നമസ്കാരം, ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചങ്ങരകുളം, ഇടപ്പ. ചങ്ങരകുളം ഹൈവേ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആലങ്കോട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ സ്കീം പദ്ധതി പ്രകാരം 45 ലക്ഷം രൂപ ചിലവിൽ 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ആധുനിക രീതിയിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും കെട്ടിടത്തിലുണ്ടാവും. നിലവിലെ കെട്ടിടത്തിനോട് ചേർന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം പണിയുന്നത്. ഓഫീസിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് തൊട്ടടുത്തുള്ള ആലങ്കോട് പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഹൈവേയോരത്ത് റവന്യൂവിന്റെ 25 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലത്താണ് കെട്ടിടമുണ്ടാക്കുന്നത്. 10 മാസം കൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കാലമാണിത്. കേരളത്തിന്റെ സമീപ ഭൂതകാല ചരിത്രത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് പട്ടയങ്ങളുടെ വിതരണത്തിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റിന് സാധ്യമായത്. ഒന്നാം ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ 1,77,000-ലേറെ പട്ടയങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പട്ടയ മിഷൻ കേരളത്തിൽ രൂപീകരിക്കുകയുണ്ടായി. നാട്ടിലെ മുഴുവൻ 140 നിയോജക മണ്ഡലത്തിലെയും MLA-മാർ അധ്യക്ഷന്മാരായി ആ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞ് അവിടെ വെച്ച് ഈ നാട്ടിലെ ഓരോ പട്ടയ പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ ജനപ്രതിനിധികൾക്ക് അവസരം കൊടുത്ത് ആ പട്ടയ പ്രശ്നങ്ങളെ തഹസിൽദാരിൽ കുറയാത്തൊരു നോഡൽ ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ക്രോഡീകരിച്ച് താലൂക്കിലോ ജില്ലയിലോ തീർക്കേണ്ട പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ച് അതല്ലാത്തവ പട്ടയ ഡാഷ്ബോർഡിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു പട്ടയ മിഷനിലൂടെ കേരളത്തിൽ സാധ്യമായത്. പി നന്ദകുമാർ MLA അധ്യക്ഷനായി. വർഷങ്ങളായി അസൗകര്യമായി പ്രവർത്തിച്ചു വരുന്ന ആലങ്കോട് വില്ലേജ് ഓഫീസിനെ സ്വന്തമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നടക്കുന്നത്. പൊന്നാനി മണ്ഡലത്തിലെ 7 വില്ലേജ് ഓഫീസുകൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. കേരളത്തിലെ റവന്യൂ വകുപ്പ് ഇന്ത്യക്കാകെ മാതൃകയാണ്. ഏവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലേക്കാണ് കേരളം നീങ്ങുന്നത്. അതിന്റെ നേതൃത്വം നൽകുന്ന മന്ത്രിയെയും വകുപ്പിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. പൊന്നാനി മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചങ്ങരകുളത്ത് തന്നെ അടുത്ത ദിവസം ബ്യൂട്ടിഫിക്കേഷൻ വർക്കിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. 10,000 ഉപഭോക്താക്കൾക്ക് ഗുണം കിട്ടുന്ന സബ്സ്റ്റേഷൻ പെരുമറ്റിൽ സ്ഥലം എടുത്തു കഴിഞ്ഞു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുകുളത്ത് പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റെമീന ഇസ്മായിൽ, ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം, ജില്ലാ പഞ്ചായത്ത് അംഗം അസ്ഹർ പെരുമുഖ്, പഞ്ചായത്ത് അംഗം KV വിപിൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P വിജയൻ, KK ബാബു, PT ഖാദർ, PP യൂസഫ് അലി, അയിരൂർ മുഹമ്മദ് അലി, OK അബ്ദു, PS കൃഷ്ണൻ, അഡ്വക്കേറ്റ് മുസ്തഫ കമാൽ, സുമേഷ് കാക്കരാട്ട് എന്നിവർ സംസാരിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര സ്വാഗതവും മലപ്പുറം ADM രാജേഷ് നന്ദിയും പറഞ്ഞു. ചങ്ങരകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ 2ാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.